Hi all, once again welcome back to Nihal Perspective. Here I am discussing things through my perspective. Welcome back to another new episode. ഇന്ന് കേരളം വളരെ ഞെട്ടലോടുകൂടി കേട്ട വാർത്തയാണ് തിരുവനന്തപുരത്തെ ഇൻസ്റ്റ ഇൻഫ്ലുവൻസറായ ആദിത്യ എന്ന വിദ്യാർത്ഥിയുടെ ആത്മഹത്യ. വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയാണ് ആദിത്യ. ആദിത്യയുടെ ഒരു ആത്മഹത്യ അത് ശരിക്കും വളരെ ഞെട്ടലോടുകൂടിയാണ് ആളുകൾ അതിനെ നോക്കിക്കാണുന്നത്. അതിൻ്റെ കാരണങ്ങൾ തേടി പോകുമ്പോൾ പല കാര്യങ്ങൾ ചർച്ചയിൽ വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഉന്നയിക്കുന്നത് സൈബർ ബുള്ളിങ്. എന്താണ് ഈ സൈബർ ബുള്ളിങ്, അല്ലെങ്കിൽ എത്രത്തോളമാണ് സൈബർ ബുള്ളിങ് ഇന്ന് നമ്മൾ അറിയാതെ നമ്മളിലേക്ക് എത്തിപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മളും അതിൻ്റെ ഭാഗമായി കൊണ്ടിരിക്കുക എന്നൊരു യാഥാർത്ഥ്യം നിങ്ങൾ എത്ര പേർക്ക് അറിയാം? ശരിക്കും ഈ സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് യൂസ് ഓഫ് ഇൻ്റർനെറ്റ്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി, സൈബർ സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി മറ്റൊരാളെ ഹരാസ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരാളെ കളിയാക്കുക. ശരിക്കും ഈ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ പല കാര്യങ്ങൾ നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാറുണ്ട് പല രീതിയിൽ, അല്ലേ? അത് ചിലപ്പോൾ നമ്മൾ ആ ചെറിയ സറൗണ്ടിങ്സിൽ അങ്ങ് ഒതുങ്ങി അങ്ങ് പോകും. പക്ഷേ ഇന്ന് ഈ സൈബർ ബുള്ളിങ് എന്ന രീതിയിൽ അത് ഒരു ഇൻഫ്ലുവൻസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള ആളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആളുകളായിട്ടോ, ഇന്ന് ഏതൊരു പ്രൊഫൈൽ നിങ്ങൾക്ക് തുറന്നു നോക്കിക്കഴിഞ്ഞാലും അതിൽ ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിങ് എന്ന രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന പല കമൻറ്റുകളും റിപ്ലൈകളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് ഒരു അതിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നിരന്തരമായി ഇൻസ്റ്റ, ഫേസ്ബുക്ക് പ്രൊഫൈലൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കത് കൃത്യമായി കാണാൻ വേണ്ടി സാധിക്കും. അതായത് ഒരാൾ ഒരു പോസ്റ്റ് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഒരു മോശം കമൻറ്റ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്രെൻഡാണ്. അല്ലെങ്കിൽ കമൻറ്റ് വായിക്കാൻ വേണ്ടി വന്ന ആളുകൾ എവിടെയുണ്ടോ എന്ന രീതിയിൽ ഇത്തരം കമൻറ്റോളികൾ എന്ന് വിശേഷിക്കപ്പെടുന്ന ആളുകളുണ്ട്. ഇവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത്തരം ഒരു ട്രെൻഡ് നമ്മുടെ നാട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. ഒരു അമേരിക്കയിൽ നടത്തിയ ഒരു സർവേയിൽ ശരിക്കും അമേരിക്കയിലെ ഒരു 50% ആളുകൾ, അതായത് അമേരിക്കയിലെ യൂത്തിൽ നിന്നും ഒരു 50% ആളുകൾ, അതായത് പകുതി ആളുകളും സൈബർ ബുള്ളിങ്ങിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഈ സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞ ഒരു ട്രെൻഡ് ഏറ്റവും കൂടുതൽ ലോകത്ത്, അല്ലെങ്കിൽ ഈ റീസെൻ്റ്ലി ഇൻക്രീസ് ചെയ്യാൻ കാരണം 2018 നമുക്ക്, അല്ലെങ്കിൽ നമ്മളിലേക്ക് വന്ന COVID-19 എന്ന് പറയുന്നൊരു മാരക, അല്ലെങ്കിൽ ഒരു എപ്പിഡമിക്, അല്ലേ? ഈ ആഫ്റ്റർ കോവിഡിന് ശേഷം ഈ സൈബർ ബുള്ളിങ്ങും അതിൻ്റെ അനന്തരഫലമായി നടക്കുന്ന കാര്യങ്ങളും വളരെയധികം ഇൻക്രീസ് ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇതിന് ശേഷം നമുക്കറിയാം, നമ്മൾ മെജോറിറ്റി ആളുകൾ മൊബൈൽ ഫോണിലേക്കും ഈ സൈബർ മേഖലയിലേക്ക് നമ്മൾ ചുരുങ്ങിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ അതിലേക്ക് ചുരുങ്ങിക്കൂടിയൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയൊരു കാലഘട്ടമാണ് ആഫ്റ്റർ COVID-19. അതിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളും, അതുപോലെ തന്നെ ഏറ്റവും വിദ്യാർത്ഥികൾ തന്നെയാണ്, അതായത് വിദ്യാർത്ഥികൾ ഇൻ ദ സെൻസ് ഒരു 15 to 25 to 30 വരുന്ന ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഇതിൽ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എഫക്റ്റ് നേരിടുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇതിനൊരു സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന സംവിധാനം നിലവിൽ നിൽക്കുന്നുണ്ട്. ഇതിനെങ്ങനെ അതിജീവിക്കാം? അപ്പോൾ ശരിക്കും നിങ്ങളൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരുന്ന മെജോറിറ്റി ആളുകളും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മളെ മൊബൈൽ ഫോണിലാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതെങ്കിലും ആ മൊബൈൽ ഫോണിൽ മാത്രം ഒതുങ്ങുന്ന, നമ്മളെ ചെറിയൊരു സറൗണ്ടിങ്സിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംവിധാനമല്ല ഈ സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ നവസമൂഹ മാധ്യമങ്ങൾ. നമ്മൾ അതിലൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് പബ്ലിക്കാണ് ആ പോസ്റ്റ് പോകുന്നതെങ്കിൽ നമ്മളൊരു സാധനം ശരിക്കും പറഞ്ഞാൽ ലോകത്തിന് മുന്നിൽ അങ്ങ് വെച്ചു കൊടുക്കുക. അതിൽ പല ആളുകൾക്ക് പല അഭിപ്രായങ്ങൾ പറയാനുണ്ടായിരിക്കും എന്ന യാഥാർത്ഥ്യമാണ് ഒരു ഇൻസ്റ്റ പ്രൊഫൈൽ യൂസ് ചെയ്യുന്ന ഒരാൾ, ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ യൂസ് ചെയ്യുന്ന ആൾ, അതിലേക്ക് നിരന്തരം പോസ്റ്റ് ഇടുന്ന ഒരാൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഇപ്പം എൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ വിചാരിക്കും, അത് പബ്ലിക്കാണ്, എൻ്റെ അക്കൗണ്ട് പബ്ലിക്കാണെങ്കിൽ അതിൽ ലോകത്തുള്ള എല്ലാവർക്കും അതിലേക്കുള്ള ആക്സസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ അവരുടേതായ അഭിപ്രായങ്ങൾ പറയും. എല്ലാവരും നമ്മളെ പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടായിരിക്കണം എന്നൊരിക്കലും നമ്മൾ വാശി പിടിക്കാൻ പാടില്ല എന്നൊരു മൈൻഡ് സെറ്റ് ഇൻസ്റ്റയിലും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നവസാമൂഹ്യ മാധ്യമങ്ങളിൽ നിങ്ങൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഇത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം നമുക്ക് കാണുന്ന ഒരു കമൻറ്റ്, അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തുന്ന ഒരു കമൻറ്റ്, അത് ചില ആളുകൾക്ക് ഇപ്പോൾ അങ്ങനെ നിരസിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ചില ആളുകൾക്ക് വളരെ മെൻ്റലി, ഇപ്പോൾ എൻ്റെ ഒരു ഏറ്റവും പേഴ്സണൽ സറൗണ്ടിങ്സിൽ നിൽക്കുന്ന ഒരു സെലിബ്രിറ്റി തന്നെയുണ്ട്. അദ്ദേഹത്തിന് ശരിക്കും ഇത്തരം കമൻറ്റുകളൊക്കെ അദ്ദേഹം റിയാക്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ തന്നെ പറയും, നിങ്ങളിപ്പോൾ ഇതിനൊക്കെ റിയാക്ട് ചെയ്യാൻ വേണ്ടി ഒരു പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും നമ്മുടെ ഒരു പോസ്റ്റ് ആയിക്കോട്ടെ, നമ്മുടെ ഒരു കണ്ടന്റ് ആയിക്കോട്ടെ, അത് നമ്മൾ പബ്ലിക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിന് പല ആളുകളും അതിന് കമൻറ്റ് ചെയ്യും എന്ന കാര്യം നിർബന്ധം, അല്ലെങ്കിൽ അത് സംഭവിക്കും. അപ്പോൾ അതിന് ആ രീതിയിൽ മനസ്സിലാക്കാനുള്ള ഒരു സെൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ കമൻറ്റ് ഇടണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇടുന്ന ഒരു കമൻറ്റ്, കാരണം
പേഴ്സൺ ടു പേഴ്സൺ മനുഷ്യന്മാരൊക്കെ വ്യത്യസ്തരായ ആളുകളാണ്. നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നമ്മളെ ഫ്രണ്ട് സർക്കിളുള്ള ഒരു ആളുകൾ നമുക്കറിയാം, നമ്മളൊരു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിലപ്പോൾ അവരെ കളിയാക്കുന്ന രീതിയിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ എത്രത്തോളം അതിന് എടുക്കുമെന്നൊരു ഇത് നമുക്കുണ്ടല്ലേ. പക്ഷെ ഒരിക്കലും നമ്മൾ നേരിട്ട് കാണാത്ത, നമ്മളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഇത്തരം നവസാമൂഹ്യ മാധ്യമങ്ങൾ വഴി മാത്രം നമുക്ക് കണ്ടുപരിചയമുള്ള ആളുകളിലേക്ക് ഇത്തരം കാര്യങ്ങൾ നമ്മൾ കമൻ്റ് ആക്കി ഇടുമ്പോൾ അത് എത്രത്തോളം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന കാര്യം കൂടി നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കണം. ഇപ്പോൾ സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു കൾച്ചർ നമ്മൾ പലപ്പോഴും എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, നമ്മളൊരു ഡിസിപ്ലിൻ എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നവസാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുക. ഇനി നിങ്ങളൊരു പ്രൊഫൈലിലേക്ക് ഇത്തരത്തിലുള്ള എന്താണ് ബുള്ളിങ് ടൈപ്പ് നിങ്ങൾക്കെന്ന് തോന്നുന്നു, നിങ്ങളെ മാനസികമായി വിഷമിപ്പിക്കുന്ന കമൻസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായത് മറ്റുള്ളവരെ ഇൻഫോം ചെയ്യണം. അത് പോലീസായിക്കോ അല്ലെങ്കിൽ നിങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളായിക്കോട്ടെ, ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ സാധിക്കാത്ത വരുന്ന സന്ദർഭത്തിലാണ് പല പ്രോബ്ലംസ് എന്ത് ചെയ്യുന്നത്, അത് അവിടെ ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ നവസാമൂഹ്യ മാധ്യമം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ മാറ്റി നിർത്തി നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഈ വരുന്ന കാലഘട്ടത്തിൽ അത് പോസിബിൾ ആകുന്നുള്ളത്. അപ്പോൾ അതിനെ വളരെ കരുതലോടെ ഉപയോഗിക്കുക. ഒരിക്കലും നമ്മുടെ ഒരു പോസ്റ്റോ നമ്മുടെ ഒരു കാര്യം മറ്റുള്ളവർക്ക് ഹേർട്ടാവാത്ത രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം നിർബന്ധമായി നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പം അടുത്തൊരു എപ്പിസോഡ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളുടെ പരിഗണനയിൽ വെക്കുക, ഒരു ലൈക്ക് തരിക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് വെക്കാം. ഓക്കെ, താങ്ക് യു.